ഇന്ത്യൻ സ്ത്രീകൾ വ്യാജ ലൈംഗികാതിക്രമ ആരോപണങ്ങൾ ഉന്നയിക്കില്ലെന്ന ധാരണ കാലഹരണപ്പെട്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയത്. വ്യാജ കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുവെന്നതാണ് ജസ്റ്റിസ് ബദറുദ്ദീന്റെ പ്രസ്താവനയ്ക്ക് ആധാരമായത്. വ്യക്തിപരമായ വിദ്വേഷം തീർക്കുന്നതിനും നിയമവിരുദ്ധമായ ആവശ്യങ്ങൾക്കുമായി കേസ് കൊടുക്കുന്നവരുണ്ടെന്നും അദ്ദേഹം പറയുന്നു. പക്ഷെ വ്യാജ കേസുകളുടെ എണ്ണത്തിൽ വർധനയുണ്ടെങ്കിൽ പോലും രേഖപ്പെടുത്തുന്ന കേസുകളുടെ കണക്കുകളുടെ അരികിൽ പോലുമല്ല അത്. അങ്ങനൊരു സാഹചര്യം നിലനിൽക്കെ ഈ പ്രസ്താവനയ്ക്ക് ചില ആഘാതങ്ങൾ ഉണ്ടാക്കാനുള്ള ശേഷിയുണ്ട്. സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കേസുകളുടെ എണ്ണവും അതിന്റെ വസ്തുതയും എന്താണെന്ന് പരിശോധിക്കാം. സ്വാഗതം കോഡ് ഫോർ ദ പീപ്പിളിലേക്ക്. നേരത്തെ ഇന്ത്യൻ സ്ത്രീകൾ വ്യാജ ലൈംഗികാതിക്രമ പരാതി ഉന്നയിക്കില്ലെന്ന ധാരണ നിലനിന്നിരുന്നു. എന്നാൽ സ്ത്രീകൾ ആരും സ്വന്തം അഭിമാനം ഇല്ലാതാക്കി വ്യാജ പരാതികൾ നൽകില്ലെന്ന ധാരണ എല്ലാ സമയത്തും ശരിയാകില്ലെന്നാണ് കോടതി പറഞ്ഞത്. വ്യാജ ലൈംഗികാതിക്രമ പരാതികൾ വർദ്ധിക്കുന്നതായി ചൂണ്ടിക്കാട്ടിയ കോടതി വ്യക്തിവിരോധം തീർക്കാനും നിയമവിരുദ്ധമായ ആവശ്യങ്ങൾ നിറവേറ്റാനും വ്യാജ ബലാത്സംഗ പരാതികൾ കൂടുന്നുവെന്നും പറഞ്ഞു. കേസെടുക്കുമ്പോൾ ഇത്തരം വസ്തുതകൾ കൂടി വിലയിരുത്തണമെന്നും കോടതി നിർദ്ദേശമുണ്ട്. വ്യാജ കേസുകൾ ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തിനുണ്ടാക്കുന്ന പ്രത്യാഘാതം വലുതാണ്, അത് ശരിയാണ്. രാജ്യത്തിനകത്തും പുറത്തും അത്തരം കേസുകളുടെ പ്രത്യാഘാതങ്ങൾ ഭീകരവുമാണ്. 2021 ഡൽഹിയിലെ ദ്വാരകയിൽ ദീപക് സാങ്വാൻ എന്നയാൾ കഴുത്തിൽ വെടിവെച്ച് ആത്മഹത്യ ചെയ്തു. ഒരു സ്ത്രീയും അവരുടെ പിതാവും ചേർന്ന് തനിക്കെതിരെ വ്യാജ ബലാത്സംഗ കേസ് നൽകിയെന്ന കുറിപ്പടി അദ്ദേഹം മരിച്ചു കിടന്നിടത്ത് നിന്ന് കണ്ടെത്തി. രാജസ്ഥാനിലും സമാനമായ കേസുണ്ടായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ചയായ ഘട്ടത്തിലും ഇത്തരം കേസുകൾ തലപൊക്കി വന്നത് നമ്മൾ കണ്ടതാണ്. സിനിമാ താരങ്ങൾക്കെതിരെ വന്ന പരാതികളിൽ വസ്തുതയുള്ള പരാതികളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിലായി അങ്ങനെ അല്ലാത്തവ. ബാലചന്ദ്ര മേനോനും ബാലചന്ദ്ര കുമാറുമെല്ലാം ഇത്തരത്തിൽ വ്യാജ ആരോപണം നേരിട്ടവരാണ്. എന്നാൽ ഇതൊക്കെ വസ്തുതയാണെങ്കിൽ കൂടി രാജ്യത്തെ സ്ത്രീകൾക്കെതിരെ വരുന്ന അതിക്രമങ്ങളുടെ കണക്ക് നോക്കുന്നതും നന്നായിരിക്കും. രാജ്യത്ത് ഓരോ 16 മിനിറ്റിലും ഒരു സ്ത്രീ ലൈംഗികാതിക്രമം നേരിടുന്നുവെന്നാണ് ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക്. 2022 മാത്രം 4,45,256 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. അതായത് ഓരോ മണിക്കൂറിലും 51 കേസുകൾ. വർഷാവർഷങ്ങളിലുള്ള കണക്ക് പരിശോധിച്ചാൽ 2020 3,71,503, മണിക്കൂറിൽ 42. 2021 4,28,278, മണിക്കൂറിൽ 49 കേസുകൾ. 2022 4,45,256 കേസുകൾ, മണിക്കൂറിൽ 51 കേസുകൾ. പോലീസ് സ്റ്റേഷനുകളിൽ കെട്ടിക്കിടക്കുന്ന കേസുകളുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ബലാത്സംഗ കേസുകൾ 23.9%, കൂട്ടബലാത്സംഗ കേസ് 38.8%, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം 36.6%, ബലാത്സംഗ ശ്രമവുമായി ബന്ധപ്പെട്ടത് 28.5%. കോടതിയിൽ ശിക്ഷ നടപ്പാക്കിയ കേസുകൾ പരിശോധിച്ചാൽ ബലാത്സംഗ കേസുകൾ 27.4%, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം 25.6%, ബലാത്സംഗ ശ്രമം 20.1%. കണക്കുകളുടെ കാര്യം ഇങ്ങനെയാണ്. ഓരോ മണിക്കൂറിലുമുള്ള കേസുകളുടെ നിരക്കും ഇவ்விധമുള്ളപ്പോഴാണ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു പ്രസ്താവന ഉണ്ടായതെന്ന് വ്യക്തമാക്കാനാണ് ഇത്രയും പറഞ്ഞത്. പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധം നടത്തിയ ശേഷം പിന്നീട് ബലാത്സംഗം നടന്നെന്ന ആരോപണം ഉന്നയിക്കാനാവില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് കോടതി. ഒരു സ്ത്രീക്ക് അവർ നേരിട്ടത് അതിക്രമമാണെന്ന് തോന്നുന്ന ഘട്ടം മുതൽ അത് അതിക്രമം തന്നെയാണ്. പരാതി അറിയിക്കാൻ വൈകിപ്പോയി എന്ന കാരണം കൊണ്ട് ഒരിക്കലും അതിനെ നിസ്സാരവത്കരിക്കാൻ സാധിക്കില്ല. വ്യാജ പീഡന പരാതികൾ നിലനിൽക്കുന്നുണ്ട്, അത് വർദ്ധിക്കുന്നുണ്ട് എന്നത് വസ്തുതയാണെങ്കിൽ കൂടി ഇത്തരം ഒരു പ്രസ്താവനയുടെ പിൻബലത്തിലല്ലാതെ തന്നെ അത് സമർത്ഥിക്കാമായിരുന്നു. ഒന്നുകൂടി പറയട്ടെ, വ്യാജ കേസുകൾ യഥാർത്ഥ കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുന്നതിന് പോലും വിലങ്ങുതടിയാകുന്ന സ്ഥിതിയുണ്ട്. കോടതിയുടെയും നീതിന്യായ സംവിധാനങ്ങളുടെയും വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണത്. ഒഴിവാക്കേണ്ട രീതിയാണ്. കോഡ് ഫോർ ദ പീപ്പിൾ ഇനി അടുത്ത വാരം.